കരുനാഗപ്പള്ളി തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഹുനില മന്ദിര ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ആദരവും ഇതോടനുബന്ധിച്ച് നടത്തി. തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് വിദ്യാകിരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തിച്ചു വരുന്നതാണ്. അവിടെ പുതിയ ഘട്ടം കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ 6 ക്ലാസ് മുറികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇനിയും ചില ക്ലാസ് മുറികൾ വരാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ പദ്ധതികൾക്കൂടെ നല്ല ഒന്നാന്തരമായിട്ടുള്ള ഓഡിറ്റോറിയം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വർഷങ്ങൾ മുന്നോട്ട് പോകെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നന്നായി വരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്കൂളുകളുണ്ട് എന്ന് പറയുന്നത് വെറൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശരാശരി സ്കൂളുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിന് തുല്യമായ ജനസംഖ്യയും വലിപ്പവും ഒക്കെയുള്ള ഒരു സംസ്ഥാനം എടുക്കാവുന്നത് നമുക്ക് വേണമെങ്കിൽ തെലങ്കാനയാണ്. വടക്കേ ഇന്ത്യയിലല്ല, തെക്കേ ഇന്ത്യയിലാണ് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. തെലങ്കാനയിൽ 6,500 സ്കൂളേ ഉള്ളൂ. അതേപോലെ ഒരു സംസ്ഥാനമായ കേരളത്തിൽ 13,500 ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും. സംസ്ഥാനത്തിന്റെ ശമ്പള ചെലവിൽ ഏറ്റവും വലിയ ചെലവ് നമ്മുടെ സംസ്ഥാനത്ത് ശമ്പളത്തിന്റെയും പെൻഷന്റെയും ആണെന്ന് നിങ്ങൾക്കറിയാം. ശമ്പള ചെലവിന്റെ 50%-ലധികം അധ്യാപകർക്ക് ശമ്പളം മാറ്റിവെക്കുന്ന സംസ്ഥാനമാണ് കേരളം. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. മികവാർന്ന സ്കൂളായി ഈ സ്കൂൾ മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം, അധ്യാപകരുടെ പഠനത്തെ സംബന്ധിച്ചുള്ള നിലവാരം, കുട്ടികളുടെ പഠനം, കുട്ടികളുടെ അച്ചടക്കം, പാഠ്യേതര വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കലാരംഗത്തും കായിക രംഗത്തുമുള്ള മികവ്, അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ, സർക്കാരിന്റെ നേതൃത്വത്തിൽ പശ്ചാത്തല സൗകര്യ വികസനം, അങ്ങനെ എല്ലാം കൊണ്ടും തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് അതിന്റെ വസന്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വളരെ സജീവമായി പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റി, നല്ല അധ്യാപകർ, അച്ചടക്കത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരു ടീം, അങ്ങനെ ആ സന്തോഷകരമായ നിമിഷത്തിന് ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ടാണ് 1,30,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ നിന്നു പോകും എന്ന് കരുതിയിടത്ത് നിന്നും ആദ്യമെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ച് പോയിടത്ത് നിന്നും വളരെ അത്ഭുതകരമായി വളരെ വേഗത്തിൽ ഞാൻ ആ കോൺട്രാക്ടറെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ P.K. ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ചെയർപേഴ്സൺ മുഹമ്മദ് ഫറൂഖ് ഭരണഘടനയുടെ ആമുഖം വായിച്ചു. PTA പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ S സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അനിൽ S കലേലി ഭാഗം ആദരവ് നിർവഹിച്ചു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഗീതാകുമാരി പ്രതിഭകളെ ആദരിച്ചു. കില ചീഫ് മാനേജർ മുരളി R റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിദ്യാകിരണ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കിഷോർ K. കൊച്ചയ്യം പദ്ധതി വിശദീകരിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ, വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ, T. രാജീവ്, ഷബ്ന ജവാദ്, K. ധർമ്മദാസ്, ലാൽ KI, G. ഗോപകുമാർ, സരിത I, D. വിജയലക്ഷ്മി, KR സജീവ്, അനിൽ മത്തായി, പ്രദീപ് കുമാർ, സുസ്മി S തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.